നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ അർജൻറ്റീനയുടെ വേൾഡ് കപ്പ് ആരംഭിക്കുന്നത് 17-ാം തീയതിയാണ്. 17-ാം തീയതി രാവിലെ ഇന്ത്യൻ സമയം 6:30 അവർ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ അൾജീരിയയുമായിട്ട് കളിക്കും. ഇപ്പോൾ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളുമായിട്ട് കാൻസാസിലാണ് അർജൻറ്റീനയുടെ ക്യാമ്പുള്ളത്. കുറേ പരിക്കിൻ്റെ പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇന്നലത്തെ ട്രെയിനിങ്ങിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. കുറേ പോസിറ്റീവ് ന്യൂസുകളുണ്ട്, ഒപ്പം ചില നെഗറ്റീവ് ന്യൂസുകളുണ്ട്. പോസിറ്റീവ് ന്യൂസ് പ്രധാനമായിട്ടും ദിബു മാർട്ടിനസിൻ്റെ കയ്യിലെ ആ കാസ്റ്റ് മാറ്റി അദ്ദേഹം ഗ്ലൗസ് അണിഞ്ഞ് പരിശീലനം ആരംഭിച്ചിട്ടുണ്ട്. ലിയാൻഡ്രോ പരേഡസ് പരിക്കിൻ്റെ പിടിയിലായിരുന്നല്ലോ, അദ്ദേഹം ഇന്നലെ ബൂട്ടണിഞ്ഞ് ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. പോസിറ്റീവ് അല്ലേ? പക്ഷേ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നിക്കോളാസ് ടാഗ്ലിയാഫിക്കൊക്കെ പരിക്ക്. നമ്മളിന്നത് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ടാഗ്ലിയാഫിക്കൊക്കെ ഒരു പക്ഷേ അൾജീരിയക്കെതിരെയുള്ള മത്സരം നഷ്ടമായേക്കുമെന്നാണ് റിപ്പോർട്ട് വരുന്നത്. കാലിൻ്റെ മസിൽ ഭാഗത്താണ് പ്രശ്നം വരുന്നത്. അതേസമയം നിക്കോ പാസ് ഇന്നലെ അതായിരുന്നു സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യം. നിക്കോ പാസ് ഫിറ്റായി തിരികെ എത്തിയതൊക്കെയാണ്, പക്ഷേ ഇന്നലെ അധികം ട്രെയിനിങ് നടത്തിയിട്ടില്ല. ചെറിയ ആശങ്ക അവിടെ സ്റ്റിൽ ബാക്കിയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മളേതായാലും TYC സ്പോർട്സ് നൽകിയിട്ടുള്ള വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അർജൻറ്റീനയുടെ കാര്യത്തിൽ പ്രധാനമായിട്ട് ഇതാണ്. നിക്കോ പാസും വിത്തൗട്ട് നിക്കോ പാസ് ആൻഡ് ടാഗ്ലിയാഫിക്കോ അർജൻറ്റീന ടീം ഇന്നലെ ട്രെയിനിങ് നടത്തുകയുണ്ടായി. അപ്പോൾ ടാഗ്ലിയാഫിക്കോയുടെ കാര്യത്തിൽ പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ സൊല്യൂസ് മസിലിനാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. അദ്ദേഹം ഇന്നലെ ഫിസിയോതെറാപ്പിസ്റ്റിനൊപ്പം വർക്കൗട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഓപ്പണിംഗ് മത്സരത്തിന്, അതായത് അൾജീരിയക്കെതിരെയുള്ള മത്സരത്തിന് അദ്ദേഹം ഉണ്ടാവില്ല എന്ന് തന്നെ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിക്കോ പാസ് വളരെ സർപ്രൈസിങ് ആണ്. അദ്ദേഹം ഇന്നലെ പ്രാക്ടീസ് നടത്തിയില്ല, ഫിസിയോതെറാപ്പിസ്റ്റിനൊപ്പമായിരുന്നു. അതിൻ്റെ കാരണം ഒരു പ്രിക്കോഷൻ എന്ന രൂപത്തിലാണ് അത്തരത്തിലെടുത്തിരിക്കുന്നത്. മറ്റ് ആശങ്കകൾക്ക് ഇപ്പോൾ വകയില്ല എന്നാണ് റിപ്പോർട്ട്. ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ലിയാൻഡ്രോ പരേഡസ് അദ്ദേഹം ട്രെയിനിങ് നടത്തിയിരിക്കുന്നു. വിത്ത് ബൂട്ട്സ് അദ്ദേഹം ട്രെയിനിങ് ആരംഭിച്ചിട്ട്. പിന്നെ നിക്കോ ഗോൺസലസിൻ്റെ കാര്യം, അദ്ദേഹത്തിൻ്റെ മസിൽ ഫാറ്റിക് ഉണ്ടായിരുന്നു. അദ്ദേഹം ആദ്യ മത്സരം കളിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹവും ഇന്നലെ ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. പ്ലസ് ഹുലിൻ ആൽവാരസ് ടീംമേറ്റ്സിനോടൊപ്പം ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. സോ ആശങ്കകൾ ഓരോന്നായിട്ട് അകന്നു പോവുകയാണ്. പക്ഷേ പുതിയ 1-2 ആശങ്കകൾ ഉയർന്നു വന്നു എന്നർത്ഥം. എമി മാർട്ടിനസിൻ്റെ കാര്യത്തിൽ അതാണ് ഏറ്റവും ബിഗ് ന്യൂസ്. അദ്ദേഹത്തിൻ്റെ കാസ്റ്റ് മാറ്റി. അദ്ദേഹം ഇന്നലെ ഗ്ലൗ ഉപയോഗിച്ച് ട്രെയിനിങ് നടത്തി. പക്ഷേ എഫക്റ്റഡ് ആയിട്ടുള്ള കയ്യിൽ വലിയ ഒരു സ്ട്രെയിൻ കൊടുക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അതിനി ഗ്രാജുവലി അദ്ദേഹം അത് ബെറ്ററാക്കി കൊണ്ടുവന്നിട്ട് അൾജീരിയക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യും എന്നാണ് ഇപ്പോൾ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സെൻസി ഇന്നലെ സ്ക്വാഡിലേക്ക് അദ്ദേഹത്തെ ലിയോ ബലേഡിക്ക് പകരം ഉൾപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹം ഇബിസയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുന്നു. അദ്ദേഹം വെക്കേഷനിലായിരുന്നു, അവിടെ നിന്നാണ് പെട്ടെന്ന് വിളി വരുന്നത്. ഏതായാലും അദ്ദേഹം എത്രയും പെട്ടെന്ന് സ്ക്വാഡിനോടൊപ്പം ജോയിൻ ചെയ്യുന്നു എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഡിഫൻസിലാണ് ഇപ്പം പരിക്കും മറ്റു പ്രശ്നങ്ങളുമൊക്കെ വലിയ രൂപത്തിൽ എഫക്റ്റ് ചെയ്യുന്നത്. അത് പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് എന്തായാലും അർജൻറ്റീനയുടെ കോച്ചുള്ളത്. ഇതാണിപ്പോൾ അർജൻറ്റീനയുടെ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.